പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 2 കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നല്ല ഫലം തരുന്ന ഒരുപാട് മാങ്ങകൾ കായ്ക്കുന്ന ഒരു മാവിൽ നല്ല ഓണം കല്ലേറുണ്ടാകുമല്ലേ? അതിൻ്റെ കീഴെ കൂടെ പോകുന്നവരൊക്കെ അതിനെ കല്ലെറിയും, മാങ്ങ ലഭിക്കേണ്ടതില്ല എന്ന് കരുതി ഇനിയും തൊട്ട് ഞാൻ ഫലം കായ്ക്കുന്നില്ല, ഞാൻ ഇനിയും ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന് ആ മാവ് ചിന്തിക്കുമോ? ഇല്ല. കല്ലേറ് കൂടുന്തോറും താൻ ഒരുപാട് ഫലം കായ്ക്കും. തന്നിൽ നിന്ന് അനവധി മാങ്ങകൾ വീണ്ടും വീണ്ടും കായ്ച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നമ്മൾ ഈ വഴിയിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ അനേക നായ്ക്കൾ കുരയ്ക്കാറുണ്ടല്ലേ? വഴിയിൽ കൂടി നടക്കുന്ന നായ്ക്കളും അതുപോലെ റോഡ് അരികിലുള്ള ഭവനങ്ങളിൽ ഗേറ്റിനകത്ത് കിടക്കുന്ന നായ്ക്കളും ഒക്കെ കുരയ്ക്കാറുണ്ട്. ഈ നായ്ക്കൾക്കൊക്കെ വിരോധമായിട്ട് നാം പ്രതികരിക്കാറുണ്ടോ? ഈ കുരയ്ക്കുന്നതിനെയൊക്കെ അടക്കുവാൻ ശ്രമിക്കാറുണ്ടോ? അങ്ങനെ അടക്കുവാൻ ശ്രമിച്ചാൽ നമ്മുടെ എന്തുമാത്രം സമയം പോകും, ആരോഗ്യം നഷ്ടപ്പെടും അല്ലേ? അതവിടെ കിടന്ന് കുരയ്ക്കട്ടെ എന്നല്ല നാം ചിന്തിക്കാറുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. വഴിയെ പോകുന്ന എല്ലാ യുദ്ധങ്ങളും എല്ലാ പോരാട്ടങ്ങളും ഒക്കെ അങ്ങ് ഏറ്റെടുക്കരുത്. അതിന്റെ വഴിയെ പൊയ്ക്കോട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ അതിന് വിരോധമായി പ്രതികരിച്ചും പറഞ്ഞും പ്രവർത്തിച്ചും ചിന്തിച്ചും നിങ്ങളുടെ സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് കേടുവരുത്തരുത്. ഇന്നലെ ഉച്ചയ്ക്ക് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടൊരു വചനം ഇടപെട്ടു. യുദ്ധം നിന്റേതല്ല, നീ മിണ്ടാതിരിക്കാൻ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 14-ാം വചനം ഒന്ന് വായിച്ചു നോക്കണേ. അതങ്ങ് ഹൃദയത്തോടെ ഏറ്റെടുത്തോണം. ഇന്നലെ ആ വചനം കേട്ട് ഞാൻ കർത്താവിനെ ഒരുപാട് ആരാധിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. ഇനിയും ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വന്നേക്കാകുന്ന കണ്ടേക്കാകുന്ന യുദ്ധങ്ങൾ, നമ്മൾക്ക് വിരോധമായിട്ടുള്ള പോരാട്ടങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി നമ്മളുടെ സമയവും ആരോഗ്യവും ഒന്ന് നഷ്ടപ്പെടുത്താതെ കർത്താവിനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിണ്ടാതെ ഇരിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ദൈവസന്നിധിയിൽ ഞങ്ങൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മകൾ എന്നെ വിളിച്ചിട്ട്, അവളുടെ പേര് കെസിയ എന്ന, അവൾ എന്നെ വിളിച്ചിട്ട് പറയാ, ചേച്ചി, the battle belongs to the Lord. അവൾ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് അവൾക്ക് ആ നിയോഗം കൊടുത്തിട്ട് എന്നോട് പറഞ്ഞതാ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ദൂത് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ വീണ്ടും വീണ്ടും കേൾപ്പിച്ച് ഉറപ്പിച്ചതാ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഈ മെസ്സേജ് അത്യാവശ്യമാണെന്ന് ഉള്ള തിരിച്ചറിവോടെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാ. വഴിയെ പോകുന്ന സകല പോരാട്ടങ്ങളും അങ്ങ് ഏറ്റെടുക്കരുത് കേട്ടോ. അതിനെതിരെ യുദ്ധം ചെയ്ത് നിങ്ങളുടെ സമയം കളയരുത്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ മിണ്ടാതിരിക്കുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ഈ സകലത്തെയും സൃഷ്ടിച്ചവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവിടുന്ന് പ്രതികരിക്കും. ജീവനുള്ള ദൈവം ആരെന്ന് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തും. അതെന്ത് തന്നെയാണെങ്കിലും, ഏത് തരത്തിലുള്ള യുദ്ധമാണെങ്കിലും, ശരീരത്തോടുള്ള രോഗങ്ങളിട്ടുള്ള പോരാട്ടങ്ങളാണെങ്കിലും, മാനസികമായി ക്ഷീണിപ്പിക്കുന്ന പൈശാചിക തന്ത്രങ്ങളാണെങ്കിലും, നിങ്ങളുടെ ആത്മീക ജീവിതത്തെ തകർക്കുന്ന പാപത്തിന്റെ പ്രലോഭനങ്ങളാണെങ്കിലും, ഈ ദിവസങ്ങളിൽ അവയോട് പ്രതികരിക്കുവാൻ പോകാതെ മൗനമായിരിക്കുക, മിണ്ടാതെ ഇരിക്കുക. ജീവനുള്ള ദൈവം ആരെന്ന് വെളിപ്പെടേണ്ടതിന് കർത്താവിന്റെ കരത്തിലേക്ക് നിങ്ങളുടെ യുദ്ധത്തെ ഭരമേൽപ്പിക്കുക. അവിടുന്ന് നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ, ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. നമ്മുടെ യുദ്ധങ്ങളെ സ്വർഗം ഏറ്റെടുത്ത് അവിടുന്ന് ചെയ്യുന്നതിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി നന്ദി. അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഒരുമിച്ച്, റോസ് ഓഫ് ഷാരൻ കുടുംബം ഒരുമിച്ച് ഇന്നൊരു തീരുമാനമെടുക്കുന്നു. ഞങ്ങൾ മിണ്ടാതെ ഇരിക്കാം. We will be still. We will be quiet these days. എൻ്റെ കർത്താവ്, അതെ, ഞങ്ങളുടെ ജീവനുള്ള ദൈവം ഞങ്ങൾക്കായി ചില യുദ്ധങ്ങളെ ഏറ്റെടുത്തിരിക്കയാൽ സ്തോത്രം.
അവിടുത്തെ കരം പ്രവർത്തിക്കുന്നതിനായി നന്ദി. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നപ്പ. എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. വലിയ വെല്ലുവിളികൾ മുന്നിൽ കണ്ട് ഇതിനെ എങ്ങനെ ജയിക്കും എന്ന് ഭാരപ്പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ സ്വർഗം സൈന്യമായി ഇറങ്ങണമേ. ഓ ഷഖബരഗസിയാം തേരിയാം തൽ ലീബാര ഹസി മനോതേരിയാം ത. അവർക്ക് ബുദ്ധിമുട്ടുള്ളത്, അവരുടെ ജീവിതത്തിൽ സഹിക്കുവാൻ കഴിയാത്ത പോരാട്ടങ്ങളുടെ മേൽ സ്വർഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനായി നന്ദി. ആത്മാവ് ചില വിഷയങ്ങളുടെ മേൽ പൊരുന്നിരിക്കുന്നതിന് നന്ദി. വലിയ ജയം അങ്ങയുടെ മക്കൾക്ക് കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ യുദ്ധ വീരൻ. Hallelujah. We honor you, Lord. We worship you, God. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, യുദ്ധം കർത്താവിൻ്റെതാ. നിങ്ങൾ മിണ്ടാതെ ഇരിക്കുക. Bless you.